സ്കൂളിൽ നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും വന്നാലൊന്ന് PM ചെയ്യണം. ഇടയ്ക്ക് ഉസ്താദുമാർ വന്നാല്, നമ്മളെ ഖുർആൻ ക്ലാസ്സിന്റെ തജ്വീദ് ക്ലാസ്സിന്റെ ഉസ്താദുമാർ വന്നാല്. ബുധനാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും സ്കൂളിൽ യൂണിഫോം നിർബന്ധമാണ്. പെൺകുട്ടികൾക്ക് പാവാടയും ബ്ലൗസും ഷാളും, ആവശ്യമുള്ളവർക്ക് ആൺകുട്ടികൾക്ക് പാൻസും ഷർട്ടുമാണ് യൂണിഫോം. ഇതിനിടെ യൂണിഫോം ധരിക്കേണ്ട ദിവസങ്ങളിൽ മഫ്ത ധരിച്ചെത്തിയ മുസ്ലിം പെൺകുട്ടികളോട് അത് പാടില്ലെന്ന് പ്രിൻസിപ്പൽ വിലക്കി. മഹല്ല് കമ്മിറ്റിക്കാർ ഇടപെട്ടു. പ്രശ്നം രൂക്ഷമായി. മാനേജ്മെന്റ് മഹല്ല് കമ്മിറ്റിക്കാർ തമ്മിൽ ചർച്ചയാകാം എന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെയാകട്ടെ പ്രശ്നം രൂക്ഷമായി. മാനേജ്മെന്റും മഹല്ല് കമ്മിറ്റിക്കാരും തമ്മിൽ ചർച്ചയാകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെയാകട്ടെ. മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ മതം അനുശാസിക്കുന്ന വസ്ത്രം തന്നെ ധരിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. യൂണിഫോം ഇടേണ്ട ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ധരിക്കുന്നത് മതം അനുശാസിക്കുന്ന വസ്ത്രം തന്നെയായിരിക്കണം. ബുധനാഴ്ചകളിൽ മാത്രം മഫ്തയോ തല മുഴുവൻ മറക്കാൻ പാകത്തിനുള്ള ഷാളോ വേണ്ടെന്ന് മതനിയമങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ദിവസമോ പെരുന്നാൾ പിറ്റേന്നോ എന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾ ഈ പറയുന്ന മതം അനുശാസിക്കുന്ന വസ്ത്രം ധരിക്കുന്ന ഒരേ ഒരു കുട്ടി മാത്രമാണ് ഈ സ്കൂളിലുള്ളത്. ആ കുട്ടിയോട് ഇതുവരെയും ഞങ്ങൾ എതിർപ്പ് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളോട് എതിർപ്പ് പറയുകയുമില്ല. വീരോടെ ചർച്ചയ്ക്കെത്തിയ മഹല്ല് കമ്മിറ്റിക്കാരോട് പ്രിൻസിപ്പൽ പറഞ്ഞു. പ്രിൻസിപ്പൽ ലക്ഷ്യം വെച്ചത് എന്താണെന്ന് കമ്മിറ്റിക്കാർക്ക് മനസ്സിലായി. വാദം കുറിക്കൊണ്ടതായി പ്രിൻസിപ്പലിനും തീരുമാനം ഇടുർസിൽ എഴുതി എല്ലാവരും ഒപ്പുവെച്ചു. ചില പ്രത്യേക ദിവസങ്ങളിൽ, ചില പ്രത്യേക നേരങ്ങളിൽ, ചില പ്രത്യേക ഇടങ്ങളിൽ മാത്രം അങ്കുരിക്കുന്ന മുസ്ലിം സ്വത്വബോധമോ എന്നതിലായിരുന്നു പ്രിൻസിപ്പലിന്റെ ചോദ്യത്തിന്റെ മർമ്മം. പ്രിൻസിപ്പലിന്റെ നിഗമനം ശരിയാണെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ വിറപ്പിക്കാൻ അരയും തലയും ഉറക്കി വന്ന മഹല്ല് കാരണവന്മാരുടെ മക്കൾ തന്നെ പിന്നീടുള്ള ദിവസങ്ങൾ തെളിയിച്ചു കൊടുത്തു. എല്ലാ ദിവസവും ഇസ്ലാമിക വസ്ത്രം ധരിക്കണമെന്ന ഒരു കന്യാസ്ത്രീയുടെ നിർദ്ദേശത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ക്ഷോഭം പതിയെ ആറിത്തണുത്തു. അപ്പോഴും ദിവസ വ്യത്യാസമില്ലാതെ തലമറച്ചിത്താറുള്ള പെൺകുട്ടിയെ ലാളിച്ചും പരിപോഷിപ്പിച്ചും ആ കന്യാസ്ത്രീ തന്റെ വാക്ക് പാലിച്ചു. നാട്ടിലെ മുസ്ലിം പോരാളികൾക്ക് ഇതിനേക്കാൾ മികച്ച ഒരു മറുപടി അഥവാ പരിഹാസം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതിനു മുമ്പോ ശേഷമോ കിട്ടിയിട്ടുണ്ടാകില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഇപ്പോൾ ഓർക്കാൻ കാരണം വിശദീകരിക്കാം. അതിനു മുമ്പ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന 2 സംഭവങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ സംഭവം നടക്കുന്നത് മുംബൈയിലാണ്. മുംബൈ മഹാനഗരത്തിന്റെ സൂചകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഹാജി അലി ദർഗ. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സയ്യിദ് പീർ ഹാജി അലി ഷാഹ് ബുഖാരിയുടെ ഖബറിടമുള്ള ഈ ദർഗ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളടക്കം പ്രധാന വാർത്തകളുടെ കൂട്ടത്തിൽ ഹാജി അലി ദർഗയുമുണ്ട്. ദർഗയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കിക്കൊണ്ടുള്ള ദർഗ ട്രസ്റ്റിന്റെ തീരുമാനത്തിനെതിരെ ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോളൻ നൽകിയ പൊതു താൽപര്യ ഹർജിയും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മുംബൈ ഹൈക്കോടതി നടന്ന വാദങ്ങളുമാണ് ഹാജി അലി ദർഗയെ വാർത്താ കേന്ദ്രമാക്കി മാറ്റിയത്. പുരുഷനായ സൂഫിവര്യന്റെ കബറിടത്തിനരികെ സ്ത്രീകൾ വന്നു നിൽക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന ന്യായം ചൂണ്ടിക്കാട്ടിയാണ് ട്രസ്റ്റ് വിലക്ക് ഏർപ്പെടുത്തിയത്. കേസിന്റെ വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതു ഭാഗത്തുള്ള ആളുകൾ കാണിക്കുന്ന സഹിഷ്ണുത പേടിപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വാദം കേൾക്കുന്നതിൽ കോടതി പിന്മാറി എന്നാണ് ഒടുവിൽ കേട്ടത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. ക്ലാസ്സിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇരുന്ന വിദ്യാർത്ഥികളോട് മാറിയിരിക്കാൻ അധ്യാപകർ ആവശ്യപ്പെടുന്നു. കൂട്ടാക്കാതിരുന്ന വിദ്യാർത്ഥികൾ മാറിയിരിക്കാൻ നിർബന്ധിപ്പിക്കുന്നത് ലിംഗനീതിക്കെതിരെയുള്ള നിലപാടാണ് എന്ന് കാരണം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇറങ്ങിപ്പോകാം എന്ന് അധ്യാപകനും അങ്ങനെയാകട്ടെ എന്ന വിദ്യാർത്ഥികളും. പിന്നെ വാർത്തയായി. അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള സമരങ്ങളായി. രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടലായി. ചോദ്യം ചോദിച്ച ദിനു എന്ന ദളിത് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യലായി. ഒടുവിൽ ദിനുവിനെ തിരിച്ചെടുക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിധിക്കെതിരെ കോളേജ് മാനേജ്മെന്റും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഫാറൂഖ് കോളേജിൽ ലിംഗവിവേചനം ഇല്ലെന്നും അങ്ങനെയുള്ള പ്രചാരണങ്ങൾ അസ്ഥാനത്താണെന്നും മാത്രമല്ല, അങ്ങനെ പ്രചാരണം നടത്തുന്നതിനും അതുവഴി കോളേജിനെ മോശമായി ചിത്രീകരിക്കുന്നതിനും പിന്നിൽ ഹിന്ദുത്വ വർഗീയവാദികളാണ് എന്നും വരെ MA ബേബി മുതൽ ET മുഹമ്മദ് ബഷീർ വരെയുള്ളവർ നിലപാടെടുത്തു. ഇതേ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തി. പശുപാലനും ചുംബന സമരവും കൂട്ടിച്ചേർത്ത് വിവാദങ്ങൾക്ക് പുതിയ വിശദീകരണങ്ങൾ നൽകി. ഗുരുവായൂരപ്പനിലും പ്രൊവിഡൻസിലും സമരം നടത്താത്തത് എന്തേ എന്ന് ചോദിച്ചു. ഫാറൂഖ് കോളേജ് ഒരു കെട്ടിടമല്ല, ആശയമാണെന്നും ലിംഗനീതി, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ്
അതിനെ തൊട്ടുകളിക്കാൻ വന്നാൽ യുവാക്കളുടെ അഥവാ മുസ്ലിം യുവാക്കളുടെ പോരാട്ടവീര്യം അറിയുമെന്നും KM ഷാജി MLA ക്യാമ്പിലെ അറബി കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. അദ്ദേഹം അവിടം കൊണ്ട് നിർത്തിയില്ല. ലിംഗനീതി നടപ്പിലാക്കണമെന്നുള്ളവർ സ്വന്തം തറവാട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കോളേജ് ആരംഭിച്ച് അതിൽ ലിംഗനീതിയും മനുഷ്യാവകാശവും നടപ്പിലാക്കിക്കൊള്ളൂ എന്നും കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ ഖുറാഫാത്തുകൾ പേടിപ്പിച്ച് നിർത്തുന്ന ചൂണ്ടുപലകയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന KM ഷാജി സദസ്സിനെ ആവേശം കൊള്ളിച്ചു. അങ്ങനെ ഫാറൂഖിനെ ആവശ്യത്തിലധികം ചർച്ച ചെയ്യുന്നതിലും അതിനെ ഒരു ലൈവ് ഇഷ്യൂ ആക്കി നിലനിർത്തുന്നതിലും ഹിന്ദുത്വ വർഗീയവാദം ഉള്ളിലുള്ള മതേതരവാദികൾക്കും മാത്രമല്ല തങ്ങൾക്കും ചില താൽപര്യങ്ങളുണ്ടെന്ന് മുസ്ലിം സംഘടനകളും വ്യക്തമാക്കി. ഇനിയും കുറച്ചുകാലം കൂടി ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുകയും ചെയ്യും. കേരളത്തിലെ മുസ്ലിം മത സാഹചര്യങ്ങളെയും സാംസ്കാരിക രാഷ്ട്രീയത്തെയും പൊതുബോധത്തെയും കുറിച്ചുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഫാറൂഖ് കോളേജ് വിവാദം ഉയർത്തുന്നുണ്ട്. എത്രയൊക്കെ ചർച്ച ചെയ്യേണ്ട എന്ന് കോളേജ് മാനേജ്മെന്റും മുസ്ലിം സംഘടനകളും ആഗ്രഹിച്ചാലും അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ചോദ്യം ഉന്നയിക്കുന്നതിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ഹിന്ദു വർഗീയവാദികളോ തോമസ് ഐസക്കിനെ പോലുള്ള ശുദ്ധ ഇടതുപക്ഷക്കാരോ തോമസ് ഐസക്കിന്റെ മതേതര ആവേശത്തെ ഹിന്ദു വർഗീയവാദത്തിന്റെ തുടർച്ചയായി കാണുന്ന MA ബേബിയെ പോലുള്ള പ്രീണന ഇടതുപക്ഷക്കാരോ മാത്രമാകില്ല ഉണ്ടാകുക. ഫാറൂഖ് കോളേജ് എന്ന ആശയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ തലമുറയും ഉണ്ടാകും. സ്ത്രീകളെ അധികാരമേൽപ്പിക്കുന്നത് നാട് തകരാൻ കാരണമാകും എന്ന ഒരു യാഥാസ്ഥിതിക മുസ്ലിം പണ്ഡിതന്റെ പ്രസ്താവനയുടെ മറവിലൊന്നും അത്തരം ചോദ്യങ്ങളെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. എന്താണ് ഫാറൂഖ് കോളേജ് വിവാദം കേരളത്തിലെ സുന്നി വിശ്വാസികൾക്ക് നൽകുന്ന പാഠം? ആ ചോദ്യമാണ് മേലെ പറഞ്ഞ 3 സംഭവങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പുരോഗമന നവോത്ഥാന മുസ്ലിം പ്രസ്ഥാനങ്ങളുടെ അസ്തിത്വ പ്രതിസന്ധികളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമാണ് ഫാറൂഖ് സംഭവങ്ങൾ വെച്ചു നീട്ടുന്നത്. ഒരുപക്ഷെ ഈ വക മുസ്ലിം സംഘടനകൾ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ആവിഷ്കരിക്കാൻ വേണ്ടി പലപ്പോഴും പറയാറുള്ള സ്വത്ത് പ്രതിസന്ധി ഇതേ സംഘടനകൾ യഥാർത്ഥത്തിൽ സ്വയം നേരിടുന്ന ഒരു ഘട്ടത്തെ കൂടിയാണ് ഫാറൂഖ് കോളേജ് വിവാദം പ്രതിനിധാനം ചെയ്യുന്നത്. എന്താണ് ആ പ്രതിസന്ധി? സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശത്തെക്കുറിച്ച് സുന്നി മുസ്ലിങ്ങൾക്ക് ചില വിശ്വാസങ്ങളും നിലപാടുകളുമുണ്ട്. ആ വിശ്വാസങ്ങൾ തെറ്റാണ് എന്നും പുരുഷനെ പോലും പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിവും അവസരവും പുരുഷനെ പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ കഴിവും അവസരവും ഉള്ളവളാണ് സ്ത്രീ എന്നും ഇസ്ലാം അത്തരം അവകാശങ്ങളും അവസരങ്ങളും വകവെച്ചു കൊടുക്കുന്നുണ്ടെന്നുമാണ് പുരോഗമന നവോത്ഥാന മുസ്ലിം പ്രസ്ഥാനങ്ങൾ പറയുന്നത്. ആ നിലപാട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇസ്ലാമിലെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും നൂലാമാലകൾ വലിച്ചെറിയുകയും പള്ളികളും പള്ളിക്കൂടങ്ങളും മാത്രമല്ല പഞ്ചായത്ത് ഓഫീസ് മുതൽ നിയമസഭ വരെയുള്ള മഹല്ല് കമ്മിറ്റി മുതൽ കേന്ദ്ര ശൂറ വരെയും സ്ത്രീകൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെടുന്നവരാണ് ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ. ഈ വാദങ്ങൾ പ്രായോഗികമാക്കുന്നതിലെ ശുഷ്കാന്തി എത്രമാത്രമുണ്ടെന്ന് വേറെ കാര്യം. തങ്ങളുടെ വാദത്തിന് അനുകൂലമായി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും തെളിവുകൾ അവതരിപ്പിക്കുന്നതിലും ഇക്കൂട്ടർ പിശുക്ക് കാണിക്കാറില്ല. പ്രവാചകരുടെ കാലത്ത് സ്ത്രീകൾ പൊതുരംഗത്ത് സജീവമായിരുന്നുവെന്നും യുദ്ധമുന്നണിയിൽ വരെ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്നും ഹുസൈൻ മടവൂർ മുതൽ മുഹമ്മദ് കാരക്കുന്ന് വരെ ഇടതടവില്ലാതെ പറയാറുമുണ്ടല്ലോ. ഫാറൂഖ് കോളേജിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സുന്നികളുടെ ചോദ്യം ഇത്രയുമാണ്. ചോദ്യം 1. ഹാജി അലി ദർഗയിലെ പ്രവേശം ആവശ്യപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി മുസ്ലിം മഹിളാ ആന്തോളൻ മുംബൈ ഹൈക്കോടതി നൽകിയ പരാതിയിൽ ഈ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സത്യവാങ്മൂലം എന്തായിരിക്കും? സ്ത്രീകൾക്ക് ദർഗകളിൽ പ്രവേശനം നിഷേധിക്കുന്നതുകൊണ്ട് സമുദായത്തിലെ അന്ധവിശ്വാസം പകുതി കുറയും എന്ന നിലപാടാണോ? അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നിഷേധിക്കുന്നത് വഴി സമൂഹത്തിൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് കരുതാം എന്ന ഒരു യുക്തിവാദിയുടെ വാദത്തിൽ നിന്ന് നിലപാടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചോദ്യം 3. പുതിയ കാലത്തെ സാഹചര്യങ്ങളും സമൂഹം ആർജിച്ച വികസനവും പുരോഗമന ബോധവും അടിസ്ഥാനമാക്കി മതത്തെയും മത പ്രമാണങ്ങളെയും വ്യാഖ്യാനിക്കണമെന്ന് വാദിക്കുന്നവർ എന്തുകൊണ്ടാണോ ഫാറൂഖ് കോളേജിൽ ദീനു എന്ന വിദ്യാർത്ഥി ഉയർത്തിയ ലിംഗനീതിയെക്കുറിച്ചുള്ള സംവാദവുമായി ബന്ധിപ്പിക്കാവുന്ന ഒരു ചോദ്യത്തിന് ഇസ്ലാമികമായ ഒരു തെളിവോ വ്യാഖ്യാനമോ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? ചോദ്യം 4.
യുദ്ധമുഖത്തും മറ്റു പൊതുയിടങ്ങളിലും പ്രവാചകരുടെ കാലത്ത് തന്നെ പുരുഷനോടൊപ്പം സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള, അതായത് സുന്നിവാദങ്ങളെ ചെറുക്കാൻ വേണ്ടി ഈ പുരോഗമന മുസ്ലിങ്ങൾ ഉദ്ധരിക്കാനുള്ള ചരിത്ര വിശദീകരണത്തെ എന്തുകൊണ്ടാണ് ഫാറൂഖ് കോളേജിലെ മലയാളം ക്ലാസ്സിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ എന്താണ്, ഒരുമിച്ചിരിക്കരുത് എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് തുടങ്ങിയ ദിനുവിന്റെ ചോദ്യത്തെ പിന്താങ്ങുന്നതിനു വേണ്ടിയുള്ള വ്യാഖ്യാനവുമായി വലിച്ചു നീട്ടാൻ ഈ മുസ്ലിം സംഘടനകൾക്ക് കഴിയാതെ പോയത് മനസ്സിലായോ? ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. യുദ്ധമുഖത്തും മറ്റു പൊതുയിടങ്ങളിലും പ്രവാചകരുടെ കാലത്ത് തന്നെ പുരുഷനോടൊപ്പം സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സുന്നിവാദങ്ങൾ ചേർക്കാൻ വേണ്ടി അവർ ഉന്നയിക്കുന്ന വാദങ്ങളുണ്ടല്ലോ. ഈ പുരോഗമന മുസ്ലിങ്ങൾ ഉദ്ധരിക്കാനുള്ള ചരിത്ര വിശദീകരണത്തെ എന്തുകൊണ്ടാണ് ഫാറൂഖ് കോളേജിലെ മലയാളം ക്ലാസ്സിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ എന്താണ്, ഒരുമിച്ചിരിക്കരുത് എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് തുടങ്ങിയ ദിനുവിന്റെ ചോദ്യത്തെ പിന്താങ്ങുന്നതിന് വേണ്ടിയുള്ള വ്യാഖ്യാനവുമായി വലിച്ചു നീട്ടാൻ ഈ മുസ്ലിം സംഘടനകൾക്ക് കഴിയാതെ പോയത്. ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അവര്. അപ്പൊ അവർക്ക് അവിടെ പറയാം, എന്ത് യുദ്ധമുഖത്ത് പൊതുയിടങ്ങളിലൊക്കെ പ്രവാചകരുടെ കാലത്ത് തന്നെ പുരുഷനോടൊപ്പം സ്ത്രീയുമുണ്ടല്ലോ, അതുകൊണ്ട് ഒരുമിച്ചിരിക്കാം എന്ന് പറയാൻ അവർക്ക് സാധിക്കാതെ പോയി. അതാണ് സുന്നികൾക്ക് അവരോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കഴിയാത്തത്? ചോദ്യം 5. സുന്നികളുടെ വിശ്വാസത്തെയും വാദങ്ങളെയും നേരിടാൻ പാരമ്പര്യവും പഴഞ്ചൻ സംസ്കാരങ്ങളും മാമൂലുകളും വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്തവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും കീഴ്വഴക്കങ്ങളെയും കൂട്ടുപിടിക്കേണ്ടി വരുന്നത്? സുന്നികളുടെ വിശ്വാസത്തെയും വാദങ്ങളെയും നേരിടാൻ പാരമ്പര്യവും പഴഞ്ചൻ സംസ്കാരങ്ങളും മാമൂലുകളും വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്തവർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും കീഴ്വഴക്കങ്ങളെയും കൂട്ടുപിടിക്കേണ്ടി വന്നത്? ചോദ്യം 6. ലിംഗനീതിയും മനുഷ്യാവകാശവും നടപ്പിലാക്കണമെന്നുള്ളവർ സ്വന്തം തറവാട് വിറ്റ് കോളേജ് ആരംഭിച്ചോളൂ എന്ന് പ്രസംഗിച്ചവരും അതിന് കൈയടിച്ചവരും ഇസ്ലാമിലെ ലിംഗനീതി നടപ്പിലാക്കാൻ വേണ്ടി സുന്നികളിൽ നിന്നും വഹാബികൾ പിടിച്ചടക്കിയ പള്ളികൾ സുന്നികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും കൂടി ആഹ്വാനം ചെയ്യുമോ? ലിംഗനീതിയും മനുഷ്യാവകാശവും നടപ്പിലാക്കണമെന്നുള്ളവർ സ്വന്തം തറവാട് വിറ്റുകൊണ്ട് കോളേജ് ആരംഭിച്ചോളൂ എന്ന് പ്രസംഗിച്ചവരും അതിന് കൈയടിച്ചവരും ഇസ്ലാമിലെ ലിംഗനീതി നടപ്പിലാക്കാൻ വേണ്ടി സുന്നികളിൽ നിന്നും വഹാബികൾ പിടിച്ചടക്കിയ പള്ളികൾ സുന്നികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും കൂടി ആഹ്വാനം ചെയ്യുമോ? നമ്മളിൽ നിന്നും പിടിച്ചടക്കിയ ഒരുപാട് പള്ളികളുണ്ടല്ലോ. തറവാട് വിട്ടിട്ട് കോളേജ് ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നവർക്ക് തറവാട് വിട്ടിട്ട് പള്ളി ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്തുകൂടെ? ചോദ്യം 7. അതോ പൊതുസമൂഹത്തിന് ബാധകമായിരിക്കണം എന്ന് വഹാബികളും മൗദൂദികളും ആവശ്യപ്പെടുന്ന ന്യായങ്ങൾക്കൊന്നും സുന്നികൾ അർഹരല്ല എന്നാണോ? പൊതുസമൂഹത്തിന് ബാധകമായിരിക്കണമെന്ന് വഹാബികളും മൗദൂദികളും ആവശ്യപ്പെടുന്ന ന്യായങ്ങൾക്കൊന്നും സുന്നികൾ അർഹരല്ല എന്നാണോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തറവാട് വിറ്റിട്ടുള്ള അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന നിർബന്ധം പിടിക്കലിന് വഹാബികൾക്കും മൗദൂദികൾക്കുമുള്ള ഇസ്ലാമിക ന്യായം എന്താണ്? അവരിതുവരെ അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? ചോദ്യം 9. ഒരുമിച്ചിരിക്കണമെന്ന് വാശി പിടിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ മുസ്ലിം വിരുദ്ധരും മുസ്ലിം പേടി ബാധിച്ചവരുമായി മുട്ടകുത്താനുള്ള ഇസ്ലാമിക ന്യായീകരണം എന്താണ്? ചോദ്യങ്ങൾ തൽക്കാലം ഇവിടെ നിർത്താം. മൗദൂദികൾക്കും വഹാബികൾക്കും മാത്രമല്ല, സംവരണം നടപ്പിലാക്കാത്തതുകൊണ്ടാണ് നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പറഞ്ഞ മതപ്രഭാഷണങ്ങൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് ബാധകമല്ല എന്ന് പറയുന്ന മതപണ്ഡിതന്മാർക്കും മേൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു നോക്കാവുന്നതാണ്. അതുണ്ടല്ലോ. നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ മതകാര്യങ്ങള്, മതപ്രഭാഷണങ്ങൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നപ്പോ മാറ്റി പറഞ്ഞു. സംവരണത്തിൽ ഹലാൽ, ജനറൽ വാർഡിൽ ഹറാം എന്ന് പ്രസംഗിച്ച ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് ചോദ്യം. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള മൗദൂദികളുടെയും വഹാബികളുടെയും ബാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ചരിത്ര വസ്തുത കൂടിയുണ്ട്. അത് മുസ്ലിം നവോത്ഥാനത്തെ, പുരോഗമനവാദത്തെ ഈ കൂട്ടർ എങ്ങനെ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. സ്ത്രീ പള്ളി പ്രവേശം, സ്ത്രീയുടെ രാഷ്ട്രീയ പ്രവേശം എന്ന് തുടങ്ങി സ്ത്രീ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു ആ നവോത്ഥാനം. ആ നവോത്ഥാനത്തിന്റെ വാക്താക്കൾക്ക് എന്തുകൊണ്ടാണ് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ എന്താ സംഭവിക്കുക എന്ന ചോദ്യത്തിന് ചുംബന സമരത്തെയും രാഹുൽ പശുപാലന്റെ അറസ്റ്റിനെയും ചൂണ്ടിക്കാട്ടി മറുപടി പറയേണ്ടി വരുന്നത്. ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന വാദം പോലും ഉയർത്താൻ കഴിയാത്ത വിധം അശക്തരായി പോയി എന്നതാണ് ഈ നവോത്ഥാന പാരമ്പര്യം നേരിടുന്ന പ്രതിസന്ധി. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ആചാരവിശ്വാസങ്ങളെ പൊതുസമൂഹത്തിൽ
പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ഈ വക നിയമങ്ങളൊന്നും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലോ അതിന്റെ ആഘോഷവേളകളിലോ ബാധകമായിരുന്നില്ലല്ലോ. പ്രകടനം നടത്താൻ സ്ത്രീകളെ കിട്ടാത്തവർ സ്ത്രീരൂപം ഉണ്ടാക്കിയും സ്ത്രീകളുടെ വേഷം കെട്ടിയും മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചതും നാം ഈയിടെ കണ്ടതാണല്ലോ. അപ്പോൾ കാര്യങ്ങളുടെ മർമ്മം കിടക്കുന്നത് കന്യാസ്ത്രീ ആയ ആ പഴയ ഹൈസ്കൂൾ അധ്യാപിക മഹല്ല് നേതാക്കളോട് ചോദിച്ച അതേ ചോദ്യത്തിലാണ്. എല്ലായിടത്തേക്കും കാലത്തേക്കും ബാധകമായ ഒരു ഇസ്ലാം ഈ വക മുസ്ലിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ പോയി. ഒതായി പള്ളിയിൽ നടപ്പിലാക്കിയ ലിംഗനീതി ഫാറൂഖ് കോളേജിന് ബാധകമല്ലാതെ പോയത് അതുകൊണ്ടാണ്. യൂണിഫോം ഇടേണ്ട ദിവസങ്ങളിൽ മാത്രം ഇസ്ലാമിക വസ്ത്രധാരണയെക്കുറിച്ച് അസ്വസ്ഥരാകുന്നവരുടെ അതേ ബോധമേ ഒട്ടുമിക്ക മുസ്ലിം സംഘടനകൾക്കുമുള്ളൂ. സുന്നി പള്ളികളിലും വീടുകളിലും ലിംഗനീതി നടപ്പിലാക്കാനും അത് പറഞ്ഞ് പാരമ്പര്യ മുസ്ലിങ്ങളെ പരിഹസിക്കാനും ആവേശം കാണിച്ചവർ കോളേജിലെത്തിയപ്പോൾ ശ്വാസം മുട്ടിപ്പോയതും അതുകൊണ്ടാണ്. ആ ശ്വാസം മുട്ടലിന് പിന്നിൽ മറ്റൊരു താല്പര്യം കൂടിയുണ്ട്. ആ പഴയ ഹൈസ്കൂൾ അധ്യാപിക മഹല്ല് നേതാക്കളോട് ചോദിച്ച അതേ ചോദ്യത്തിലാണ്. അതൊക്കെ കഴിഞ്ഞല്ലേ? കാന്തപുരം APO ക്രിസ്ത്യരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മർക്കസ് നോളജ് സിറ്റി എന്ന വിദ്യാഭ്യാസ സംരംഭത്തിനെതിരെ പരിസ്ഥിതിവാദം ഉന്നയിച്ച് ഒരു മുസ്ലിം സംഘടന കൊടുത്ത കേസിനോട് ഈ വക മുസ്ലിം സംഘടനയുടെ അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിച്ച നിലപാടാണ്. അത് കേട്ടണോ? നോളജ് സിറ്റിന്റെ വിഷയം കേട്ടിട്ടുണ്ടായിരുന്നോ? അത് കേട്ടിരുന്നോ? ഓക്കെ, അതിനുശേഷം കേൾക്കാം. അപ്പോൾ കാര്യങ്ങളുടെ മർമ്മം കിടക്കുന്നത് കന്യാസ്ത്രീയായ ആ പഴയ ഹൈസ്കൂൾ അധ്യാപിക മഹല്ല് നേതാക്കളോട് ചോദിച്ച അതേ ചോദ്യത്തിലാണ്. നേരത്തെ ആദ്യത്തിലൊരു കഥ പറഞ്ഞിരുന്നല്ലോ, അതാണ്. എല്ലായിടത്തേക്കും കാലത്തേക്കും ബാധകമായ ഒരു ഇസ്ലാം ഈ വക മുസ്ലിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ പോയി. ഓതായി പള്ളിയിൽ നടപ്പിലാക്കിയ ലിംഗനീതി ഫാറൂഖ് കോളേജിന് ബാധകമല്ലാതെ പോയത് അതുകൊണ്ടാണ്. എല്ലായിടത്തേക്കും പറ്റുന്ന ഇസ്ലാമിക ആശയം, സുന്നി ആശയം അവർക്കില്ലല്ലോ. അതാണ് ആ കന്യാസ്ത്രീ ചോദിച്ച ചോദ്യം. ഒതായി പള്ളിയിൽ നടപ്പിലാക്കി ലിംഗനീതി ഫാറൂഖ് കോളേജിന്റെ ബാധകമല്ലാതെ പോയത് അതുകൊണ്ടാണ്. യൂണിഫോം ഇടേണ്ട ദിവസങ്ങളിൽ മാത്രം ഇസ്ലാമിക വസ്ത്രധാരണയെക്കുറിച്ച് അസ്വസ്ഥരാകുന്നവരുടെ അതേ ബോധമേ ഒട്ടുമിക്ക മുസ്ലിം സംഘടനകൾക്കുമുള്ളൂ. സുന്നി പള്ളികളിലും വീടുകളിലും ലിംഗനീതിച്ചവർ കോളേജിലെത്തിയപ്പോൾ ശ്വാസം മുട്ടിപ്പോയതും അതുകൊണ്ടാണ്. ആ ശ്വാസം മുട്ടലിന് പിന്നിൽ മറ്റൊരു താല്പര്യം കൂടിയുണ്ട്. ആ താല്പര്യം മനസ്സിലാകണമെങ്കിൽ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മർക്കസ് നോളജ് സിറ്റി എന്ന വിദ്യാഭ്യാസ സംരംഭത്തിനെതിരെ പരിസ്ഥിതിവാദം ഉന്നയിച്ച ഒരു മുസ്ലിം സംഘടന കൊടുത്ത കേസിനോട് ഈ വക മുസ്ലിം സംഘടനകളും അവരുടെ മാധ്യമ സ്ഥാപനങ്ങളും സ്വീകരിച്ച നിലപാടാണ്. അന്ന് ചെന്നൈ ഹരിത ട്രിബ്യൂണലിൽ നിന്നും കോളേജ് നോളജ് സിറ്റിക്കെതിരെ ഒരു വിധിയും കാത്തിരുന്നവരിൽ ഇപ്പോൾ ഫാറൂഖ് കോളേജ് എന്ന ആശയത്തെ സംരക്ഷിക്കാൻ പ്രതിരോധ സമരത്തിൽ ഏർപ്പെട്ടവരുമുണ്ടായിരുന്നു. ഫാറൂഖിൽ ദീന് ഉന്നയിച്ച ലിംഗനീതിയെയും മനുഷ്യാവകാശത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഇസ്ലാം വിരുദ്ധത കണ്ടെത്തുന്നവർക്ക് പക്ഷേ നോളജ് സിറ്റിക്കെതിരെ മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉന്നയിച്ച പാരിസ്ഥിതിക പ്രശ്നത്തിൽ ഇസ്ലാമിക വിരുദ്ധതയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവരൊക്കെ എന്താ ചെയ്തത്? ആഘോഷിക്കുകയാണ് ചെയ്തത്. അതിൽ ഇസ്ലാമിക വിരുദ്ധതയൊന്നും കാണാൻ ആ പത്രമോ അതിലെ ആളുകളോ മുന്നോട്ട് വന്നിട്ടില്ല. ഫാറൂഖ് കോളേജും മർക്കസും മലയാളി മുസ്ലിങ്ങളിലെ ഏത് സാമ്പത്തിക വർഗത്തിന്റെ താല്പര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാൽ ചിത്രം കുറെ കൂടി വ്യക്തമാകും. അപ്പോൾ അതാണ് കാര്യം. തോൽപ്പിക്കേണ്ടത് ആരെയാണോ അതിനനുസരിച്ചാണ് ഈ കൂട്ടരുടെ ഇസ്ലാമും മനുഷ്യാവകാശവും പരിസ്ഥിതി ബോധവും ഒക്കെ രൂപം കൊള്ളുന്നത്. സുന്നികൾക്ക് ഇത്രയേ പറയാനുള്ളൂ. മർക്കസ് നോളജ് സിറ്റിക്കെതിരെയുള്ള നീക്കത്തിൽ ഇസ്ലാമിക വിരുദ്ധതയും മുസ്ലിം പേടിയും വായിച്ചെടുക്കാൻ കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ദിനുവിലും തോമസ് ഐസക്കിലും PP സുഹറയിലും ഒക്കെ ഇസ്ലാമിക വിരുദ്ധത ആരോപിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ കാണാൻ ആവശ്യമായ രാഷ്ട്രീയ ബോധം ഇല്ലാത്തവരുടെ ശ്വാസം മുട്ടലുകൾ മനസ്സിലാക്കാൻ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ സുന്നികൾക്കെങ്കിലും കഴിയും. അതാണ് സുന്നികളുടെ ഇസ്ലാമിക ബോധത്തിന്റെ കരുത്തും സൗന്ദര്യവും. ഒരിക്കലും മാറ്റാനാവാത്ത ഒരു പാരമ്പര്യമാണ് സുന്നി പാരമ്പര്യം. പക്ഷേ ബിദഈകൾക്ക്, വഹാബികൾക്ക്, മൗദൂദികൾക്ക് അതിന് കഴിയുന്നില്ല എന്നതാണ് ഫാറൂഖ് കോളേജിലെ സംഭവമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് ഈ ലേഖനം വിലയിരുത്തുന്നത്. അങ്ങനെ വലിയ ലേഖനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ സമയം